രാജസ്ഥാന്റെ തലസ്ഥാനമായ പിങ്ക് സിറ്റി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജയ്പൂരിലെ ഒരു ദിവസമാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ജയ്പൂർ എക്സ്പ്ലോറേഷനിൽ ഞാൻ തനിച്ചല്ല കേട്ടോ, എൻ്റെ കൂടെ വാലും തലയായിട്ട് ഡോക്ടർ ചിത്രയും ഹരീഷും ഉണ്ട്. ഡൽഹിയിൽ നിന്ന് ഇഷ്ടം പോലെ ബസ്സുകൾ ജയ്പൂർക്ക് അവൈലബിൾ ആണ്. രാത്രി 12:30 ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ജയ്പൂർ എത്തുമ്പോൾ ഏകദേശം 5:30-6 മണി. നല്ലൊരു ബാർഗെയിനിങ്ങും കൂടെ കഴിഞ്ഞപ്പോൾ രാവിലെ ഫ്രഷപ്പ് ആവാനായിട്ട് വളരെ തുച്ഛമായ വിലയിൽ ഒരു കിടിലൻ റൂം കിട്ടി. റൂം കാണിക്കാൻ മാത്രമുള്ള സെറ്റപ്പ് ഒന്നും അല്ലെങ്കിലും ഈ ജനാല കൊള്ളാം അല്ലേ? എന്തായാലും ബാക്കി രണ്ടുപേരും റെഡി ആവുന്നതുവരെ ഞാൻ ഈ ജനാലയിൽ നോക്കിയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഒരുങ്ങിക്കെട്ടി ഞങ്ങൾ ജയ്പൂർ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജയ്പൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചേഴ്സാണ്. ഒരുപാട് ഫോർട്ടുകളാൽ സമ്പന്നമാണ് ജയ്പൂർ. ആദ്യം ഞങ്ങൾ പോകുന്നത് നഹർഗഡ് ഫോർട്ടിലാണ്. പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഫോർട്ടിലേക്കുള്ള എൻട്രി ഫീ 50 രൂപയാണ്. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഗംഗയ്ക്ക് ഈ ഫോർട്ടിനെ കുറിച്ചുള്ള കഥകൾ വളരെ വ്യക്തതയോടും സ്പഷ്ടതയോടുകൂടിയും പറഞ്ഞു തരാനായിട്ട് ഞങ്ങളൊരു ഗൈഡിനെ ഹയർ ചെയ്തു. ആ ഗൈഡ് പറഞ്ഞ കഥകളായിരിക്കും ഇനി ഈ വീഡിയോയിൽ പറയുന്നുണ്ടാവുക. കടുവകളുടെ വാസസ്ഥലം എന്നാണ് നഹർഗഡ് എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഈ കോട്ടയ്ക്ക് ഈ പേര് വരാൻ കാരണം ഇതുപോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു ആത്മാവിൻ്റെ പ്രസൻസ് കാരണമാണ്. അത് മറ്റാരുടെയല്ല, നഹർ സിംഗ് എന്ന രാജകുമാരൻ്റേതാണ്. കോട്ടയുടെ പണി തുടങ്ങിയപ്പോൾ മുതൽ ഈ പറഞ്ഞ ആത്മാവ് വല്ലാത്ത ശല്യമായതുകൊണ്ട് തന്നെ രാജാവ് എന്ത് ചെയ്തു എന്നറിയൂ, ഒരു ക്ഷേത്രം പണിയുകയും ഈ പറഞ്ഞ കോട്ടയ്ക്ക് നഹർഗഡ് എന്ന പേര് കൊടുക്കുകയും ചെയ്തു. രാജകുമാരൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു പേര് കൊടുത്തത്. അങ്ങനെയാണത്രേ ആ ആത്മാവ് സംതൃപ്തി അടഞ്ഞത്. കോട്ട പണിത മഹാരാജ സവായ് ജയ് സിംഗ് ഈ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ആളൊരു കില്ലാടിയാണ്. 1ഉം 2ഉം അല്ല, 9 റാണിമാരാണ് അദ്ദേഹത്തിനുള്ളത്. ഈ 9 റാണിമാരും ഈ കോട്ടയ്ക്ക് അകത്ത് തന്നെയാണ് താമസിച്ചിരുന്നത് എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള വേറൊരു വസ്തുത. 9 റാണിമാരെയും അദ്ദേഹം ഒരുപോലെയാണ് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിനകത്തൂടെ നാഗവല്ലിയെ പോലെ സ്ലോ മോഷനിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ നമുക്കും ഒരു റാണിയാണ് എന്നുള്ളൊരു ഫീലൊക്കെ കിട്ടും കേട്ടോ. ആവശ്യത്തിലധികം ക്യൂട്ട്നെസ് കുത്തി കയറ്റുന്നുണ്ട്. അവിടെ നിന്ന് നല്ലൊരു ലഞ്ചൊക്കെ കഴിച്ച് തിരികെ വരുമ്പോഴാണ് അതേ കാണുന്നു അടുത്ത സ്പോട്ട്. ഇതാണ് ജൽമഹൽ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജലത്തിൻ്റെ നടുക്ക് ഒരു ബിൽഡിങ്. ഇതിൻ്റെ അടുത്തേക്ക് ബോട്ട് സർവീസ് ഉണ്ടെങ്കിലും ഞങ്ങൾ അവിടെ നിന്ന് ചെറുങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ട് അടുത്ത സ്പോട്ട് പിടിച്ചു. മുഗൾ ആർക്കിടെക്ചറിൻ്റെയും രജപുത്ര ആർക്കിടെക്ചറിൻ്റെയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ നിർമ്മിതമായതാണ് ആംബർ പാലസ്. 100 രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ എലിഫന്റ് സഫാരി ഉണ്ട് കേട്ടോ. നമ്മുടെ ഋത്തിക് റോഷനും ഐശ്വര്യ റായും തകർത്തഭിനയിച്ച ജോധ അക്ബർ, ഭൂൽഭുലയ്യ ഇതെല്ലാം ഈ ഒരു സ്പോട്ടിലാണ് ഷൂട്ട് ചെയ്തത്. പറഞ്ഞപ്പോൾ ഞങ്ങളും എടുത്തു ചറ പറയാവുന്ന കുറേ ഫോട്ടോസ്. നാച്ചുറൽ ആയിട്ടുള്ള പഴങ്ങളിൽ നിന്നും ഇലകളിൽ നിന്നുള്ള എക്സ്ട്രാക്ട്സ് ആണ് ഈ കാണുന്ന പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ. എന്നാൽ വിശ്വസിച്ചേ പറ്റൂ, കാരണം 400 വർഷമായിട്ടും ഇതിന് യാതൊരു മങ്ങലും വന്നിട്ടില്ല എന്നുള്ളതും ഏറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ആംബർ പാലസിൻ്റെ മറ്റൊരു അട്രാക്റ്റീവ് പോയിന്റ് ആണ് ഈ ബെൽജിയത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള മിറർ വർക്കുകൾ. ശരിക്കും അന്തം വിട്ടുപോകുന്ന ആർക്കിടെക്ചർ. അങ്ങനെ അന്തം വിട്ടുപോയ മറ്റൊരു സംഭവമാണ് ഇനി കാണുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വായിച്ചിട്ടും ആരും മൈൻഡാക്കാതായപ്പോൾ എനിക്ക് ആ ചേട്ടനെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം വാങ്ങി ഒന്ന് വായിക്കാൻ ശ്രമിച്ചതാ. വെള്ളയപ്പങ്ങാടിയിലെ വെള്ളയപ്പം ചുടുന്ന പോലെ അത്ര എളുപ്പമല്ല കേട്ടോ, നല്ല പാടുണ്ട്. അങ്ങനെ പൈക്ക് തോറ്റ് ഞാൻ ഈ സാധനം തിരിച്ചു കൊടുത്തു. അതുകൊണ്ടുണ്ടായി പുള്ളിയുടെ ചാലഞ്ച് എല്ലാവരും. അവിടെ നിന്ന് നേരെ ഹവാമഹലിന്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് കുറച്ച് ഷോപ്പിങ്ങും കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഞങ്ങൾ വിട്ടു കച്ചോരി കഴിക്കും. ജയ്പൂരിൽ വന്നാൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ് കച്ചോരി എന്ന് പറയുന്നത്. ഇത് എന്ത് കച്ചറ സാധനമാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഇത് പറഞ്ഞത്, ഒരിക്കലും ഇത് മിസ് ചെയ്യാൻ പാടില്ല. അപ്പം ഇതിന്റെ ടേസ്റ്റ് എരിവാണോ ഉപ്പാണോ മുളകാണോ എന്നൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് എന്തായാലും ജയ്പൂർ കാഴ്ചകൾ കൊണ്ട് മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ഡൽഹിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ദേ വരുന്നു അടുത്ത പടി. പുലർച്ചെ 3 മണിക്ക് ഡൽഹി IIT ക്യാമ്പസിൻ്റെ സെക്യൂരിറ്റി ക്യാബിനിലെ കാഴ്ചയാണിത്.
ഞങ്ങൾക്ക് അഭയം തരാമെന്ന് വരുവാ. നമ്മള് വാടക പോലെ ഒരു ഞങ്ങളുടെ സാധനം. സുഹൃത്ത് നല്ല ഗംഭീര അല്ലേ, ഉറക്കമായതുകൊണ്ട് തന്നെ എത്ര ഫോൺ ചെയ്തിട്ടും എടുത്തില്ല. മകനെ മടങ്ങി വരൂ എന്ന വാചകത്തിൽ വീണ് സെക്യൂരിറ്റി പോയി വിഷ്ണുവിന്റെ ഫ്ലാറ്റ് തല്ലി തകർത്ത് വിഷ്ണുവിനെയും കൂട്ടി കൊണ്ടുവന്നു. എന്തായാലും IIT ക്യാമ്പസിൽ വിഷ്ണുവിനോടൊപ്പം ഞങ്ങൾ. അങ്ങനെ ജയ്പൂർ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വിശേഷവുമായി വരുന്നത് വരേക്കും സ്റ്റേ ട്യൂൺഡ്.